ദിവസങ്ങള് മുന്നോട്ട് പോയി. ലീവ് കഴിഞ്ഞു. തിരിച്ചു പോകാൻ നേരം സബ്മിറ്റ് ചെയ്യേണ്ട പ്രോജക്റ്റും സെമിനാർ ടോപ്പിക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനായി. നീതുവിന്റെ പഴയ ലാപ്ടോപ്പും അഭി വാങ്ങി വന്നിട്ടെന്തെന്നു ഡെയിലി സമയം പോലെ അമ്മയെ സഹായിച്ചു കഴിഞ്ഞു. അവള് പ്രോജക്റ്റിന്റെ വേണ്ടി ചെയ്യായിരുന്നു. ഒരു ദിവസം രാത്രി അവള് ചെയ്തു വെച്ച പ്രോജക്റ്റ് ഫയറെണ്ണം മിസ്സായിട്ടു. ആ ലാപ്പിലെ ഫയൽ മുഴുവൻ തപ്പാൻ തുടങ്ങി. അങ്ങനെ തപ്പി തപ്പി പോയപ്പോ തന്റെ കോളേജിന്റെ പേരിൽ ഒരു ഫയൽ കണ്ടു. ഇനി അബദ്ധവശാൽ ഫയൽ ഇതിൽ മാറി സേവൊക്കെ കാണുമോ എന്നെ നോക്കാൻ ആ ഫയൽ ഓപ്പൺ ചെയ്തു. അതിൽ കുറെ ഡോക്യുമെന്റ്സും പിന്നെ കുറെ വീഡിയോയും. ഞാൻ അതിലെണ്ണം ഓപ്പൺ ചെയ്തു. ഏകദേശം 30 മണിക്കൂറുള്ള വീഡിയോ ആണ്. ഫുൾ ബ്ലാക്ക് ഔട്ട് ആണ്. ഞാൻ കുറച്ച് നീക്കി നോക്കി. ആ വീഡിയോ കണ്ടപ്പോ അഭി പൂർണ്ണമായി ഞെട്ടിപ്പോയി. സ്ക്രീനിൽ നീതു ചേച്ചിയുടെ വീഡിയോയാണ് വന്നത്. വളരെ സ്വകാര്യമായ ഒരു രംഗം. ആ നിമിഷം അഭിയുടെ ശരീരം മുഴുവൻ ഒരു ഷോക്ക് അടിച്ചതുപോലെ തോന്നി. വീഡിയോയിലെ ആളുകൾ വളരെ ആവേശത്തോടെയായിരുന്നു. ശബ്ദങ്ങളും ചിരികളും കലർന്നത് അഭിയുടെ മനസ്സിൽ വലിയ ആശയക്കുഴപ്പമായി. മോളെ, ഭക്ഷണം കഴിക്കണേ? അമ്മയുടെ വിളി കേട്ടപ്പോൾ അഭി ഞെട്ടി ചുറ്റും നോക്കി. ഉടനെ വീഡിയോ ക്ലോസ് ചെയ്ത് അമ്മയോടൊപ്പം ഭക്ഷണത്തിന് പോയി. എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോഴും അവളുടെ ചിന്ത മുഴുവൻ ആ വീഡിയോയിലായിരുന്നു. നീതു ചേച്ചിയുടെ വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ വീഡിയോയായി ലാപ്പിൽ എത്തിപ്പെടുമെന്ന് കരുതിയില്ല. അഭയുടെ മനസ്സിൽ അനവധി ചിന്തകൾ കടന്നുകൂടി. ഭക്ഷണം കഴിഞ്ഞ് അവൾ മുറിയിൽ പോയി. ഇപ്പോ വീഡിയോ വീണ്ടും തുറന്നു നോക്കുന്നത് ശരിയാകില്ല എന്ന് തീരുമാനിച്ച് ലാപ്പ് അടച്ചു. വീടെല്ലാം ഒത്തുചെയ്ത് അമ്മ പതിവ് പോലെ ഉറങ്ങാൻ പോയി. സാധാരണയായി അമ്മയും മകളും ഒരുമിച്ചാണ് ഉറങ്ങാറുള്ളത്. പക്ഷേ അന്ന് അഭിക്ക് ചില ജോലിയുണ്ടായിരുന്നു. അതിനാൽ അവൾ ഒറ്റയ്ക്ക് മറ്റൊരു മുറിയിൽ പോയി. ജോലി തീർന്നതിന് ശേഷം മനസ്സിൽ വീണ്ടും ഒരു കൗതുകം. ആ വീഡിയോയിൽ ഇനിയും എന്തെല്ലാം ഉണ്ടാകുമോ എന്നൊരു ചിന്ത. ലാപ്പ് തുറന്ന് ഫയൽ ഓപ്പൺ ചെയ്തു. അകത്ത് ഒരുപാട് വീഡിയോകൾ കൂടി. അവൾ ഒരു നിമിഷം ആശങ്കയായി നിന്നു. ഇവ കാണണോ വേണ്ടയോ? പക്ഷേ എന്തോ അഭിയുടെ മനസ്സ് വല്ലാതെ കൗതുകപ്പെട്ടു. ഒന്ന് നോക്കാം എന്നവൾ റൂം ലോക്ക് ചെയ്ത് വീണ്ടും വീഡിയോ തുറന്നു. സ്ക്രീനിൽ ആദ്യത്തെ കുറച്ച് ബ്ലാക്ക് ഔട്ട്. പിന്നെ സ്ലോലി ഒരു മുഖം. നീതു ചേച്ചിയുടെ മുഖം. അവൾ ഇരിക്കുന്ന സ്ഥലം കണ്ടപ്പോൾ തന്നെ അഭിക്ക് മനസ്സിലായി. അത് ഒരു ലക്സ്യൂറി ബെഡ്റൂമാണ്. ക്യാമറ പൂർണ്ണമായി റൂം ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. 45-50 വയസ്സ് തോന്നിക്കുന്ന സമ്പന്നനായ ഒരാൾ. അവന്റെ വേഷവും ലുക്കും കണ്ടാൽ തന്നെ മനസ്സിലാകും. നീതു ചേട്ടി ബെഡിൽ ചെന്നു അവന്റെ അടുത്തിരിക്കുന്നു. ആ ജെന്റിൽമാൻ കുറച്ചുനേരം അവളെ നോക്കി സംസാരിച്ചു തുടങ്ങി. നിന്റെ സൗന്ദര്യം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറയുന്നില്ല, മറിച്ച് കൂടുതലായി മാറുന്നു. അതെന്നെ കൂടുതൽ കഴപ്പ് പിടിപ്പിക്കുന്നു. എനിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി അല്പം ചിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ കാമദേവിയാണെന്ന്. നീ എന്റെ രതിദേവത. ഞാൻ അനേകം ആളുകളെ കണ്ടിട്ടുണ്ട്, പല ബന്ധങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ നിന്നെപ്പോലെ ആവർത്തിച്ചു കാണണമെന്ന തോന്നൽ മറ്റാരോടും ഉണ്ടായിട്ടില്ല. ആ ജെന്റിൽമാന്റെ വാക്കുകൾ കേട്ടപ്പോൾ അഭിയുടെ മനസ്സിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു. ചേച്ചി ഇത്രയും വലിയൊരു രഹസ്യം എന്റെ മുന്നിൽ മറച്ചുവെച്ചത് എന്തിനാണ്? അതുകൊണ്ട് ജയൻ തന്നെ നഷ്ടം. നിനക്ക് വേണ്ടി ഞാൻ 1,00,000 രൂപ കൊടുത്തു. അത് വെച്ച് വേറെ പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അവരുടെ സംഭാഷണത്തിൽ നിന്ന് കേട്ടപ്പോൾ അഭിയുടെ കണ്ണുകൾ വീർപ്പിച്ചു. 1,00,000 രൂപയോ? അയാളുടെ പേര് ജയൻ ആണെന്ന് കൂടി മനസ്സിലായി അവൾ ചിന്തിച്ചു. ജയൻ ചിരിച്ചു. ക്യാഷ് എനിക്കൊരു വിഷയമല്ല, അതുകൊണ്ടാണ് നീ പറഞ്ഞ റെറ്റ് സമ്മതിച്ചത്. നീതു പറഞ്ഞു, ശരി. എങ്കിലും അടുത്ത 2 ദിവസം ജയന്റെ എല്ലാ ആഗ്രഹങ്ങളും കഴുപ്പും തീർത്തിട്ട് ഞാൻ പോവും. ജയൻ ചിരിച്ചോണ്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ നീ വളരെ ബുദ്ധിമുട്ടും. മൂരമെന്ത് നമ്മളെ തോർത്തെ. നീതു പറഞ്ഞു, സാരമില്ല, ആ ബുദ്ധിമുട്ടിൽ നിന്നാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ പലരെയും കണ്ടിട്ടുണ്ട്, പല ബന്ധങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിന്നോടൊപ്പമുള്ള അനുഭവം തന്നെയാണ് എനിക്ക് കൂടുതൽ മത്തുപിടിപ്പിക്കുന്നത്.
ജയൻ ഒരു നിമിഷം ഗൗരവത്തോടെ പറഞ്ഞു. പിന്നെയും മറ്റാരെയെങ്കിലും കണ്ടാലും കണ്ണടച്ചാൽ എല്ലാം നിന്റെ മുഖവും രൂപവും മാത്രമാണ് കാണുന്നത്. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അഭിയുടെ മനസ്സിൽ ഒരു വലിയ കൊടുങ്കാറ്റ്. ചേച്ചിയുടെ ശരീരത്തിന് എത്രയും വിലയോ? ക്യാമറ മുന്നിൽ അവർ തമ്മിൽ വളരെ അടുത്തു. ജയൻ നീതുവിനെ നോക്കി. അവളുടെ മുഖത്ത് കൈവച്ചു. ക്യാമറയിലെല്ലാം പതിഞ്ഞിരുന്നു. ഇത്രയും കണ്ടപ്പോൾ തന്നെ അഭിയുടെ ശരീരം മുഴുവൻ ചൂടുപിടിച്ചു. ഇനിയും കാണണമോ വേണ്ടയോ? അവളുടെ മനസ്സ് ഒരുപാട് ആശയക്കുഴപ്പത്തിലായി.